Yes. Morning, Nino. Yes, good morning, Joel. Yes. നമ്മുടെ challenges ആണ് കഴിഞ്ഞ ദിവസം എടുത്തത് അല്ലേ? Challenges of health and hospital administration. Hospital administration, hospital administration നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മള് ഇവിടെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അതിനെ ഓരോ challengesനെയും പറയുന്നത്. ഒന്ന് patient service challenges പറയുന്നുണ്ട്, internal challenges ഉണ്ട്, external challenges. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഈ ചാലഞ്ചസിനെ നമുക്ക് നേരിടാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്, അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് പേഷ്യൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന വെല്ലുവിളികൾ. ഓക്കെ, അതിലൊന്ന് എന്താണ്? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ ഓഫ് ആൻഡ് ഓവർ ക്രൗഡിംഗ്. ഓക്കെ, ക്വാളിറ്റി കെയർ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് ഏറ്റവും മികച്ച ക്വാളിറ്റി ആയിട്ടുള്ള സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. യെസ്, അതായത് ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലില് ബാധ്യസ്ഥരാണ്. അപ്പൊ അവർക്ക് എല്ലാം പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട് തന്നെ എന്താണ് ഏറ്റവും നല്ല രീതിയിലുള്ള കെയർ അവർക്ക് കൊടുക്കാൻ പറ്റണം. പറ്റാത്തടത്തോളം അതെന്താണ് അത് ശരിക്കും പറഞ്ഞത് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാനാണ് ഓരോ ഹോസ്പിറ്റലും ട്രൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അത് അത്യാവശ്യം വർക്ക് ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയിൽ ഒന്നാണ് ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. പേഷ്യന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ എന്താണ് ക്വാളിറ്റി കെയറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്താ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്തൊക്കെ മെഷർമെന്റ്സ് അതിൽ വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതായത് പേഷ്യന്റ് സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക, അവരുടെ നീഡ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് എല്ലാ സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റണം അല്ലെ. നിർബന്ധമായിട്ട് എന്താണ് അവരുടെ നീഡ് അനുസരിച്ചിട്ട് അവർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത് അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, എല്ലാ പേഷ്യൻസിനും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ചില ക്രിട്ടിക്കൽ സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അതിൽ നമുക്ക് പോരായ്മകൾ വരുന്നത്. ഓക്കെ, അപ്പോ സെക്കൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂ ടെക്നോളജി. അതായത് ന്യൂ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പുതിയ തരം ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ട് എല്ലാ പേഷ്യൻസിനും അത് ആ ഒരു ഫെസിലിറ്റീസ് അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ,
അതും ഒരു വെല്ലുവിളി തന്നെ. അതായത് പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ എന്താ പറയാ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഹോസ്റ്റലായിട്ടുള്ള ചിലപ്പോൾ ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കും അതിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജ് ഒക്കെ വേണമെങ്കിൽ അതിൽ വരാം. അപ്പൊ ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പേഷ്യൻസിനും ഒരേപോലെ തന്നെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതും ഒരു ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? സർവീസ് എക്സ്പാൻഷൻ. സർവീസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസ് എക്സ്പാൻഷൻ ഇതും ക്വാളിറ്റി കെയറുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട് പറയാറില്ല. പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസിൽ അത്യാവശ്യം എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള സർവീസസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ചു നേരം മാത്രമല്ല അവരെ പരിചരിക്കേണ്ടത്. അവരുടെ എൻഡ് ഓഫ് ദ അല്ലെങ്കിൽ ആ ഒരു അവരെന്തിനാണ് ഏത് കണ്ടീഷൻ സഫർ ചെയ്താണോ വന്നിരിക്കുന്നത് ആ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു റെമഡീസ് കൊടുക്കുന്നത് വരെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള സർവീസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ ഒരു പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർണ്ണമായി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് അതിനെ പറയാവുന്നതാണ്. ഓക്കെ, സർവീസ് എക്സ്പാൻഷൻ. ദെൻ ഓവർ ക്രൗഡിങ്. എന്താണ് ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത്? ഇവിടെ പേഷ്യന്റിന്റെ ഓവർഫ്ലോസ് ആണ് കൂടുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോ നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ നിപ്പയും കൊറോണയൊക്കെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് പേഷ്യൻസ് വന്നിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരേപോലുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങളോ ട്രീറ്റ്മെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതായത് പേഷ്യന്റിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, മനസ്സിലായോ? ഇതിപ്പോ ഒരേ ടൈമിൽ എല്ലാവർക്കും ഒരേ ടൈമിൽ തന്നെ എല്ലാ പേഷ്യൻസിനും എല്ലാ സൗകര്യങ്ങളും അനുസരിച്ച് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതും ഒരു ഫേസ് ചെയ്യുന്ന ചാലഞ്ചാണ്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ എന്താണ് പ്രയോറിറ്റി കൊടുത്ത് ചിലപ്പോ എന്താണ് അതായത് നമ്പർ ഓഫ് എണ്ണം കൂടുന്നതിനനുസരിച്ച്, മനസ്സിലായോ? പേഷ്യന്റ് എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവരും ചിലപ്പോൾ എന്താണ് ജസ്റ്റ് ഒരു ബേസിക് കെയർ മാത്രം ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് അവരുടെ നീഡ് അനുസരിച്ച് ചിലപ്പോൾ എന്താണ് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റ്സ് ആണ് പേഷ്യന്റ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പ്രധാന ചാലഞ്ചുകൾ എന്ന് പറയുന്നത്. ഒന്ന്, ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത്, പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നത്, ന്യൂ ടെക്നോളജീസ് പേഷ്യൻസിന് അലൗ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൊടുക്കുന്ന സർവീസ് എക്സ്പാൻഷൻ, ദെൻ ഓവർ ക്രൗഡിങ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ 5 പോയിന്റ്സ് ഓർത്ത് വെക്കുക കേട്ടോ. മനസ്സിലായോ 5 ഓക്കെ. ഇനി നോക്കുന്നത് ഇന്റേണൽ ചാലഞ്ചസ് ആണ് കേട്ടോ. ഇന്റേണൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് വെല്ലുവിളികളാണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിനകത്ത് വ്യക്തിന്റെ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് വെല്ലുവിളികളാണ്. അതിലൊന്ന് എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ്. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസസ് അല്ലെങ്കിൽ മെഡിസിൻസ്, എക്യുപ്മെന്റ്സ്, അതായത് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റൽ നല്ല നിലയിൽ വീഴാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാം അതിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഏത് ഫെസിലിറ്റീസ് ആണെങ്കിലും ഏത് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അവിടെ എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ഒരു ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളത് പറഞ്ഞിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ആ ക്വാളിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നത്, ആ ഒരു നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ അതൊരു ഇന്റേണൽ ചാലഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ചാലഞ്ചിൽ വരുന്ന ഒരു പോയിന്റ് ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ്. എന്താ അവിടെ പറയുന്നത്? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് കൺട്രോളിങ് ചെലവ് നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക പരിമിതികൾ ഉണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ചില സമയങ്ങളിൽ പല എക്യുപ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചാണ് അല്ലെ. അപ്പൊ അതിലൊക്കെ എന്താണ് പല എക്യുപ്മെന്റ്സിനൊക്കെ ആയിട്ട് നമ്മൾ അത് പ്രത്യേകിച്ച് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനൊക്കെ അത്യാവശ്യം
എമൗണ്ട് വരുന്നുണ്ട് അല്ലെ, അത്യാവശ്യം പൈസ ചെലവാക്കേണ്ട സിറ്റുവേഷൻസ് ആണത്. അപ്പൊ ആ രീതിയിൽ എന്താണ് നല്ല രീതിയിൽ കോസ്റ്റുകൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പരിമിതികൾ, അതായത് ഫിനാൻഷ്യലി കുറച്ച് കുറവുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് അവർക്ക് അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ ഒരുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. അതായത് കോസ്റ്റിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം എന്താണ് പല രീതിയിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവിടെ ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. ഓക്കെ, അപ്പൊ അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ചസിൽ ഒന്നാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം അത്യാവശ്യം കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെങ്കിലും ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ലീഡർഷിപ്പ് മോട്ടിവേഷൻ എന്താണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഇവിടെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാലഞ്ച് എന്തിനെ കുറിച്ചിട്ടാണ്? ഹോസ്പിറ്റലിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോപ്പ് പൊസിഷൻസിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഹോസ്പിറ്റൽ ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ അതിൽ കീഴിൽ വർക്ക് ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരെല്ലാം. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് മോട്ടിവേഷൻസ് കൊടുക്കുക എന്നത്. അതായത് ഓരോ തവണയും നമ്മൾ അവർക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളോ അവയർനെസ്സുകളോ അറേഞ്ച് ചെയ്താൽ മാത്രമേ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ എന്താണ് നമ്മൾ അധികം പ്രചോദനം കൊടുക്കാണ്ട് പോകുന്ന സമയത്തും ഈ വർക്കേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് താഴെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോട്ടിവേഷന്റെ കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ അതൊരു കുറവ് തന്നെയാണ്. കാരണം അവരുടെ വർക്കിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഈ മോട്ടിവേഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു റെപ്യൂട്ടേഷനും അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റൽ എയിം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടും ഓരോ സ്റ്റാഫുകളെയും അത് പ്രാപ്തമാക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും എന്താണ് പറ്റുന്നില്ല എന്നല്ല, ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അതായത് എല്ലാവർക്കും ഒരേ മാനറിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയാ മോട്ടിവേറ്റഡ് റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്താ പറയാ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ അവയർനെസ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റണം. എന്നിരുന്നാൽ മാത്രമേ സ്റ്റാഫുകൾ മോട്ടിവേറ്റഡ് ആവുള്ളൂ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം കൂടിയാണ് എന്താ ലീഡർഷിപ്പ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സ്റ്റാഫുക്കും നിരന്തരമായിട്ട് ഇടയ്ക്കിടെ മോട്ടിവേഷൻസ് ടെക്നിക്സുകൾ കൊടുത്താൽ മാത്രമേ ഹോസ്പിറ്റലിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ മോഡേൺ ഇൻഫോർമേഷൻ ടെക്നോളജി. മോഡേൺ ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മൾ ഓൾറെഡി HMS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഹോസ്പിറ്റൽ HIMS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഇതെല്ലാം മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് അല്ലെ. പക്ഷെ ഇതെല്ലാവർക്കും, അതായത് ഈ സേവനങ്ങൾ എല്ലാ പേഷ്യൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇതെല്ലാം എല്ലാ പേഷ്യൻസും ചൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനന്ന് പഠിപ്പിച്ചപ്പോഴും അതെ കുറെ പേരൊന്നും ഇത്തരം ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക, അല്ലാതെ വേറെ കാര്യങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഓൺലൈൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതൊരു ക്ലാസ്സുകളിൽ ഒരു കുട്ടികളും പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് അത്രത്തോളം പേഷ്യൻസിലേക്കോ അല്ലെങ്കിൽ ആളുകളിലേക്കോ ഈ ടെക്നോളജി എത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു കുറവ് മൂലമാണ് പല പേഷ്യൻസിനും ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെയായിരിക്കണം എല്ലാ പേഷ്യൻസിനും ഒരേപോലെ എത്തിക്കാൻ പറ്റുന്നതെന്നും അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. അതായത് ഇപ്പോ കമ്പ്യൂട്ടർ ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനോ, ഒരു പേഷ്യന്റ് പോർട്ടലിൽ നിന്ന് എന്താ പറയാ അത് ക്യാൻസൽ ചെയ്യാനും, അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാനൊക്കെ അത്യാവശ്യം ഇത് അറിയാവുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എല്ലാ പേഷ്യൻസിനും ഇതൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് കൺവീൻസ് ആകുന്ന രീതിയിൽ എല്ലാ പേഷ്യൻസിനും അത് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് കുറച്ചുകൂടി എല്ലാ ജനങ്ങൾക്കും, എല്ലാ പേഷ്യൻസിനും എന്താണ് ഇത്തരം മോഡേൺ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് പോലുള്ള മറ്റ് പേഷ്യൻസിന് ഏറ്റവും ഈസിയസ്റ്റ് മാനറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഹെൽത്ത് റിലേറ്റഡ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അറിയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഈ ഹോസ്പിറ്റലിൽ ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ അല്ലെ. അല്ലാതെ എന്താണ് അല്ലെങ്കിൽ കുറച്ച് ജനവിഭാഗങ്ങൾക്ക് മാത്രം ഇത് യൂസ് ചെയ്യാനും കുറച്ച് പേർക്ക് ഇത് അറിയാണ്ട് പോകും. എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ടെക്നോളജീസ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതും എന്താണ് ഒരു ചാലഞ്ചസ് തന്നെയാണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇന്റേണൽ ചാൻസസ് വരുന്ന ഒന്നാണ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. എന്താണ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ, നമ്മുടെ ചുറ്റും എന്താണ് ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലെ. അവിടെ ഇവിടെ നോക്കിയാൽ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്, നോർമൽ ഹോസ്പിറ്റലുകളുണ്ട്, ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്, ഏതെങ്കിലും മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇവ തമ്മിൽ എന്തുണ്ട്? ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു മത്സരം നടക്കുന്നുണ്ട്. അതായത് ഏറ്റവും നന്നായിട്ട് മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയാ എല്ലാ ഫെസിലിറ്റീസ് അടങ്ങിയ രീതിയിൽ എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന ആ ഒരു ആശയത്തോടെ ആ ഒരു എയിമോടെ പ്രവർത്തിക്കുന്ന ഒത്തിരി ഹോസ്പിറ്റൽ ഉണ്ട്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പർപ്പസസിന് വേണ്ടി ബിസിനസിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, അപ്പോ പരസ്പരം ഇവിടെ എന്താ പറയാ പല ഹോസ്പിറ്റലുമായിട്ട് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മത്സരിക്കേണ്ടി വരുന്നതും അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കേട്ടോ. അതായത് അവരെക്കാൾ മികച്ചതായിട്ട് പെർഫോം ചെയ്യണമെന്നാണ് ഓരോ ഹോസ്പിറ്റലും ശ്രമിക്കുന്നത്. അപ്പൊ അതും ഈ ഹോസ്പിറ്റൽ മേഖലയിൽ വരുന്ന ഈ ഒരു മത്സരം അത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള മത്സരമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പവർ ക്രേസ്, അധികാരമോഹം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അല്ലെ, അധികാര ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് പവർ ക്രേസ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിനകത്ത് അധികാരമോഹികളായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ? അധികാരം, ഇന്ന പൊസിഷൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ ഹോസ്പിറ്റലിനകത്ത്? പൊസിഷന് താല്പര്യമുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഏറ്റവും അതായത് ലോവസ്റ്റ് പൊസിഷനിൽ നിന്ന് എല്ലാവരും എന്താണ് ഹയറസ്റ്റ് പൊസിഷനിലേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരിയാണ്. എന്നിരുന്നാൽ പോലും അവിടെ എന്താണ് വെറുതെ അധികാരം കിട്ടണം അല്ലെങ്കിൽ നമുക്ക് നല്ല സാലറി കിട്ടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യ മേഖലയിൽ സേവനം കൊടുക്കുക എന്നുള്ള ചിന്താഗതി ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് എന്താണ് ആഗ്രഹം? അവർക്ക് നല്ല ഏർണിങ്സ് ഉണ്ടാകണം അല്ലെ എന്നുള്ള ആഗ്രഹം മാത്രം വെച്ചിട്ട് പൊസിഷനിൽ മാത്രം, അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ എന്നൊക്കെ പദവി എന്ന് പറയുന്നത് എന്താണ് അത്യാവശ്യം നമുക്ക് നല്ല സാലറി പാക്കേജും കാര്യങ്ങളും ഉള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാവരും ആ അധികാര മോഹത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പവർ ക്രൈസ് ഹോസ്പിറ്റലിനകത്ത് അതിൽ അധികാരം പങ്കിട്ടെടുക്കുക അല്ലെങ്കിൽ ഓരോ പൊസിഷനിലും ഓരോ വ്യക്തികൾക്കും എന്തുണ്ട് താല്പര്യങ്ങളുണ്ട്. ഓക്കെ, സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്താനാണ് ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഒരു ഇന്റേണൽ ചാലഞ്ചിൽ ഒന്നാണ് എന്താ പവർ ക്രൈസ് അഥവാ അധികാര ഭ്രാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ മാൻ പവർ മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചതാണ് അല്ലെ. എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ചില സന്ദർഭങ്ങളിൽ മാൻ പവർ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് അതായത് നമുക്കറിയാലോ ഡിപ്പെൻഡ് ഓൺ ദ ബിഹേവിയർ ആണ് അല്ലെ. ഓൾറെഡി നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ് ഡൈനാമിക് നേച്ചറാണ്, എപ്പോ വേണമെങ്കിലും മാറുന്ന ഒരു നേച്ചറാണ് അവർക്കുള്ളത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ ഇവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, അതായത് ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഇത്രയും സ്റ്റാഫുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിൾ അല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ മാൻ പവർ മാനേജ്മെന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് കേട്ടോ. ടെക്നോളജി മാനേജ്മെന്റ്. എന്താണ് ടെക്നോളജി മാനേജ്മെന്റ്? നേരത്തെ പറഞ്ഞ പോലെ അതേ സെയിം അതന്നെ ഉപയോഗിക്കാം. ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റാഫുകൾക്കും ചിലപ്പോൾ ഓൾറെഡി എന്താണ് പല ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മൾ പല രീതിയിലുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ എന്താണ് എല്ലാ സ്റ്റാഫുകളും ഒരേപോലെ ഇത് പെർഫോം ചെയ്യണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ടെക്നിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന പിഴവുകൾ, പിശകുകള്, മിസ്റ്റേക്സുകളൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേഷന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. കാരണം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ മിസ്റ്റേക്ക് വരാൻ? ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടായിരിക്കും ഒന്നില്ലെങ്കിൽ ജോലിക്ക് കയറിയിട്ടുള്ളത് അല്ലെ. കള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരത് കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് പല രീതിയിൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ചെയ്യുന്ന കാര്യങ്ങളിലും വർക്ക്സുകളിലും വർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് പ്രോസസ്സിലും എന്താണ്
പ്രത്യേകിച്ചും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ട് ടെക്നോളജി മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാഫുകളാണ് അവിടെ ഉണ്ടെങ്കിൽ എന്താണ് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും എന്താണ്, ഇതും വലിയൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ചാലഞ്ചസ് ആണ് ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then fixed organizational structure. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ റിജിഡ് ആയിട്ടുള്ള ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? കർശനമായിട്ടുള്ള നിയമങ്ങള്, കർശനമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുപോയിരുന്നാല് എന്തായിരിക്കും അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അല്ലെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ആണെങ്കിലോ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട്, അതായത് നമുക്ക് ഈസി ഫീൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഹോസ്പിറ്റൽ എങ്കിലോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും മൊത്തം ഹോസ്പിറ്റൽ എന്തായിരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും എന്താണ് ഫിക്സഡ് ആയിട്ടൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ തയ്യാറാക്കുന്നത് നല്ലതല്ല. ഫിക്സഡ് മീൻസ് എന്താണ്, കർശനമാക്കരുത്. എപ്പോഴും എങ്ങനെയാക്കണം, ഫ്ലെക്സിബിൾ ആക്കുകയാണെങ്കിൽ മാത്രമേ അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ? യെസ്, അതായത് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടുത്തെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇതെല്ലാം തന്നെ അത്യാവശ്യം ഫിക്സഡ് മാനറിലാകരുത്. അത്യാവശ്യം അതായത് കർശനമാക്കരുത്, റിജിഡാക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കും അത്യാവശ്യം ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുപോകുമ്പോഴാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഫിക്സഡ് ആകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. അങ്ങനെ ഫിക്സഡ് അല്ലെങ്കിൽ കർശനമായി കഴിഞ്ഞാൽ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും പേഷ്യൻസിനും ഹോസ്പിറ്റൽ മൊത്തത്തിൽ പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്കൊരു ഫ്ലെക്സിബിൾ ഉള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് നല്ല രീതിയിലായ ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ സാധിക്കും കേട്ടോ. അതാണ് ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, these are the internal challenges faced by hospital health and hospital administration. അപ്പോൾ ഹോസ്പിറ്റലിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. എന്തൊക്കെയാണ്? ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിന്റ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പവർ ക്രൈസ്, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ് ആൻഡ് ഫിക്സ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, പേരുകൾ മാത്രം പഠിച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെന്നുള്ളൂ ഞാൻ. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ ഇന്റേണൽ ചാലഞ്ചസ്? നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ ചാലഞ്ചസ്. ഇനി ഹോസ്പിറ്റലിൽ പുറത്ത് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെ? എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ബയോമെഡിക്കൽ വേസ്റ്റ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി റൂൾസും പ്രൊസീജിയേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതൊരു ചാലഞ്ച് അല്ലേ? അതായത് ഓൾറെഡി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. അത് അതേപോലെ തന്നെ പാലിച്ചിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? പല രീതിയിലുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലിൽ നേരിടേണ്ടി വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റസ് ആണെങ്കിലും എന്താണ് അതിന് അതിൻ്റെതായ ഒരു മാനർ ഉണ്ട്. പ്രത്യേകിച്ച് ഡിസ്പോസ് ചെയ്യാനായിട്ട് പല അതോറിറ്റി അല്ലെങ്കിൽ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം നീക്കം ചെയ്യുന്നത് അല്ലെ? അത് പാലിക്കാതെയാണ് നമ്മൾ അത് നീക്കം ചെയ്യുന്നെങ്കിലോ ഹോസ്പിറ്റലില് വളരെ രീതിയിലൊരു ലയബിലിറ്റി അല്ലെങ്കിൽ ലീഗലി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ചാലഞ്ചസിന് മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഹോസ്പിറ്റലിൽ. അത് പാലിക്കാൻ പറ്റണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? Next one, consumer protection. Consumer protection means patient protection അല്ലെ? അതായത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ്, പേഷ്യൻസ് ആണെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആണെങ്കിൽ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഇപ്പോ അതായത് പേഷ്യൻസ് ഇപ്പൊ അഡ്മിറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ അത് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അല്ലാതെ ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റൽ ആശ്രയിച്ച് വരുന്ന എല്ലാ പേഷ്യൻസിനും എന്താണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളിൽ എന്താണ് അവർക്ക് ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല അല്ലെ? അപ്പൊ അവരുടെ എല്ലാ ഇപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള അവകാശങ്ങൾ അവർക്കുണ്ട്, റൈറ്റ്സ് തന്നെ. അപ്പൊ അതെല്ലാം സംരക്ഷിക്കപ്പെടുകയും വേണം. അതേപോലെ അവർക്ക് അവരുടെ സുരക്ഷിതത്വം അവരുടെ സേഫ്റ്റി എപ്പോഴും നിലനിർത്തുന്ന രീതിയിലായിരിക്കും ഓരോ പേഷ്യൻസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം വരുന്ന പേഷ്യൻസിനെ എല്ലാവരെയും ഒരേപോലെ ഒരുമിച്ച് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്.
അതായത് അവരുടെ എല്ലാ ആസ്പെക്ട്സിലെ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആണ് വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മറ്റെന്ത് തരം ഫെസിലിറ്റീസിലാണെങ്കിലും എന്താണ് അവരെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ചാലഞ്ചിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, പ്രൊട്ടക്ഷന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്താണ് ചിലപ്പോൾ മരണങ്ങൾ വരെ സംഭവിക്കാറുള്ളത് പേഷ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാലഞ്ചാണ്. ആ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ ഒരു അസുഖം വന്ന് ബാധിച്ച ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഐസിയുലായിരിക്കും, ഐസിയുല് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല, അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് പേഷ്യന്റിന് ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം അല്ലെ. അതും കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? Next one, right to information. Right to information. വിവരാവകാശം അല്ലെ. എന്താണ് വിവരാവകാശം എന്ന് പറയുന്നത്? പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശരീരത്തിൽ ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ, തന്റെ ശരീരത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ റിസ്കുകളോ അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനും, പിന്നെ അവിടെ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്ലെയിംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതങ്ങനെ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചും ആ ട്രീറ്റ്മെന്റിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഡോക്ടറെയാണ് പ്രിഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൊത്തം അതായത് ഒരു പേഷ്യൻസിന് എന്തെല്ലാം വിവരങ്ങൾ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അറിയണം അതെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞ് അറിയാനുള്ള ഒരു വിവരാവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. അത് പേഷ്യന്റിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് അതിന് ഉത്തരം പറയേണ്ടത് അല്ലെ. അപ്പൊ ചോദിക്കുന്ന വിവരങ്ങൾക്കെല്ലാം തന്നെ തന്നെ കൃത്യമായ രീതിയിലൊരു മറുപടി നൽകാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ വില്ലിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതും അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന എക്സ്റ്റേണൽ ആയിട്ട് ചാലഞ്ചിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഇത് പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ അല്ലെ, എല്ലാ പേഷ്യൻസിനും സമയം പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ അവർ ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേഷന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് എന്താണ്? ഹോസ്പിറ്റലില് ലീഗലി കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഫെഡറൽ ലോസ് പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന്റെ മാത്രമല്ല ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്തുണ്ട് കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും പാലിക്കാതെയാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നെങ്കിലോ, പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാം അല്ലെ. റേഡിയോളജി അതായത് AERB ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണം. അതായത് OT ആണെങ്കിൽ ലേബർ റൂമിലാണെങ്കിലും എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവർ പാലിച്ചിട്ടില്ലെങ്കിൽ ഇത് പറ്റും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് എന്താ പറയാ ലീഗലി കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ തന്നെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ഓക്കെ, അതെല്ലാം ഇപ്പൊ പാലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് അത് പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കുന്നില്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യേണ്ട മെയിൻ ചാലഞ്ചസിൽ ഉൾപ്പെടുന്നു കേട്ടോ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് എന്താണ്? പബ്ലിക് റിലേഷൻസ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ ഒരു പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹോസ്പിറ്റലിൽ നിലകൊള്ളുന്നത് അല്ലെ. അതായത് പബ്ലിക്കിന്റെ ആവശ്യകതകൾ അനുസരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു നീഡ് എന്താണോ അതെല്ലാം അറേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്താണ്? കമ്മ്യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഒരു കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചുള്ള പല പല പ്രശ്നങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതുമായി എല്ലാ കാര്യങ്ങളും ഈ ഒരു പബ്ലിക് റിലേഷൻ അതിന്റെ എല്ലാ സൊല്യൂഷൻസും കൊടുക്കാൻ പറ്റും അല്ലെ. ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്താണെങ്കിലും എന്താണ് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വില്ലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും ഒരു മെയിൻ ചാലഞ്ച് ആയി എക്സ്റ്റേണൽ ചാലഞ്ച് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ്.
എക്സ്റ്റേണൽ ചാലഞ്ചസ് വരുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ, ചില ഹോസ്പിറ്റലിൽ ചില രാഷ്ട്രീയ പിന്തുണകളുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ, പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഏറെക്കുറെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കൾക്ക് എന്താണ്, അവര് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പണം കൊടുക്കുന്നുണ്ടാവും അല്ലെ, പല രീതിയിലും അവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടാവും, ഫണ്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് ഫണ്ട് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അതേപോലെ തന്നെ എന്താണ്, ഇവരെ ഈ ഹോസ്പിറ്റലിൽ നേതാക്കൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അതായത് ഫ്രീ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റൽ അവർ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് വളരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഓരോ പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയ നേതാക്കളുടെ ഫാമിലീസ് അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന സെലിബ്രിറ്റീസ് ഇവരെല്ലാം തന്നെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ആശ്രയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ഈ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പല രീതിയിലുള്ള ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇല്ലീഗൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഇവരോട് ചെയ്യാറുണ്ട് അല്ലെ. അതായത് ചിലപ്പോൾ എന്താണ് ഇപ്പൊ നമ്മളുടെ അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ, ഓർഗൻസ് ഒക്കെ മാറ്റിവെക്കുന്നത്, അതൊക്കെ ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് പോലെ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബേസ്ഡ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റൽ നല്ല രീതിയിലും അഫക്ട് ചെയ്യുന്നുണ്ട്, മോശമായ രീതിയിലും അഫക്ട് ചെയ്യുന്നുണ്ട്. ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടികളൊക്കെ ഉണ്ട് അല്ലെ, അവരങ്ങനെ ആയിരിക്കും എന്താ ചെയ്യുന്നത്, അതായത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഒരു ഹോസ്പിറ്റലിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ചിലരെന്താണ് അവർ ബിസിനസ് മൈൻഡിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റലിനെ പിന്തുണയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു എക്സ്റ്റേണൽ ചാലഞ്ച് ആണ് എന്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ അത്? ഓക്കെ പിള്ളേരെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എക്സ്റ്റേണൽ ചാലഞ്ചസിന്റെ പേരുകൾ നോക്കുക, ഇന്റേണൽ ചാലഞ്ചസിന്റെ പേര് നോക്കുക, പ്രൈവറ്റ് സർവീസ് ചാലഞ്ചസ് ഏതൊക്കെയാണ്. ഇതിന് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കില്ല കേട്ടോ, ലിസ്റ്റ് പേരുകൾ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. സോറി കഴിഞ്ഞിട്ടില്ല. സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ, ഇപ്പൊ പറഞ്ഞ ഈ വെല്ലുവിളികളെ നമുക്ക് നേരിടേണ്ടതുണ്ട് അല്ലെ. ഇതിനെ മറികടക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം തന്ത്രങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യേണ്ടതെന്നാണ് നോക്കുക കേട്ടോ. സിമ്പിൾ ആണ്. ഒന്ന്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള എല്ലാ അഡ്വാൻസ്മെന്റ്സും കൊണ്ടുവരിക. അതായത് എല്ലാത്തരം ടെക്നോളജി അഡ്വാൻസ്മെന്റ്, അതായത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കുന്ന രീതിയിലും അവർക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ കൊണ്ടുവരുന്നത് വഴി നമുക്ക് ഈ ചാലഞ്ചസുകൾ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പവർ ഷെയറിംഗ്. പവർ ഷെയറിംഗ് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അധികാരത്തിനുള്ള ക്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല ആൾക്കാർക്ക്, ഓരോ പൊസിഷന് വേണ്ടിയുള്ള എന്താ പറയാ ഭ്രാന്ത് അല്ലെങ്കിൽ പവർ ക്രൈസ് എന്ന് പറഞ്ഞില്ല. പവർ ക്രൈസിന്റെ വേറൊരു ഭാഗമാണ് പവർ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അധികാരങ്ങൾ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നത് അല്ലെ. അതായത് ഓരോരുത്തർക്കും ഇതിന്റെ ചുമതലകൾ വ്യക്തമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അതിൽ നമുക്ക് ഒരു പരിധി വരെ നേരിടാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ നമ്മുടെ ആ മോട്ടിവേഷൻ പഠിച്ച ഭാഗത്ത് പറഞ്ഞതാണ്, വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിട്ട് നമുക്ക് നിരന്തരമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സസുകൾ അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൊടുക്കുന്നവരെ അവരെ ഏറ്റവും നല്ല മികച്ച പെർഫോമൻസ് ഹോസ്പിറ്റലിൽ കാഴ്ചവെക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, അവാർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇല്ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ട് എന്ത് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും മിസ്ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാവുന്ന അല്ലെ. ഇതെല്ലാം നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഒരു ടെക്നിക്സ് ആണ് അല്ലെ. അതായത് അവരെ കുറച്ചും കൂടി ഇപ്പൊ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ പിന്നീട് അവർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളവർക്ക് നമുക്ക് അവാർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലാത്തവർക്ക് അല്ലെങ്കിൽ അത് മോശമായ ബിഹേവിയർ കാണിക്കുന്നവർക്ക് പണിഷ്മെന്റിലൂടെ അവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസ് എഫിഷ്യൻസി അല്ലെ. എന്താണ്, കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുക അല്ലെ. എല്ലാ മേഖലയിലും എന്താണ് എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഓക്കെ, അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ സേവനം കൊടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ തയ്യാറാവണം. അതിന് വേണ്ടിയുള്ള മെഷേഴ്സുകൾ സ്വീകരിക്കണം. ഓക്കെ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ HIMS പോലുള്ള സിസ്റ്റംസ് എന്താണ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും കൺവീനിയൻസിങ് ആവുന്ന മാനറിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് അറേഞ്ച് ചെയ്യുക.
ഓക്കെ, അതുവഴി എന്താണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് സർവീസസുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് എന്താണ്? മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ്. അതേപോലെ ഏതെങ്കിലും വെല്ലുവിളി പറഞ്ഞോ? അവിടെ ഏതെങ്കിലും ചാലഞ്ചിൽ പറഞ്ഞോ? ഏത് പോയിന്റ് ആണ് പറഞ്ഞത് നമ്മൾ മാർക്കറ്റിംഗ് പോലെ വരുന്ന? ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് അല്ലാതെ എങ്ങനെയായിരിക്കണം? നമ്മളൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലല്ലാതെ കോമ്പറ്റീഷൻ എന്ന പോലെ പ്രവർത്തിക്കാതെ നമ്മൾ എന്താണ് നമ്മളുടെ ലക്ഷ്യം, ഹോസ്പിറ്റൽ ലക്ഷ്യം എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അവർക്ക് മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. മാത്രമല്ല ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് ബേസിസിലാവരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി ആയിരിക്കും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ മികച്ച രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഹോസ്പിറ്റലിന്റെ നിലവാരങ്ങളുണ്ട്, ഓരോ ഹോസ്പിറ്റലിൽ പല പല നിലവാരങ്ങളുണ്ട്. ആ നിലവാരങ്ങൾ അനുസരിച്ചിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ, സ്ട്രാറ്റജീസുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇത്തരം ചാലഞ്ചുകൾ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ഇത് എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ ഹൈ പൊസിഷനിലുള്ള ടോപ്പ് പൊസിഷനുള്ള സ്റ്റാഫുകൾക്കാണെങ്കിൽ ലോവർ പൊസിഷനിലുള്ള സ്റ്റാഫുകൾക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതുവഴി അവരുടെ പെർഫോമൻസ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുക. അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള സ്റ്റാഫുകൾക്കും മറ്റുള്ളവർക്കുമായിട്ട് എന്താണ് കരിയർ ഡെവലപ്മെന്റ് വികസനം, അതായത് കരിയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക. ദെൻ റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫുകൾക്ക് എന്താണ് റീ ഓറിയന്റേഷൻ ട്രെയിനിങ്സ് കൊടുക്കുക അല്ലെ. അതായത് ഇവിടെ എല്ലാം നമ്മൾ നോക്കുന്നുണ്ടാണ് അവരുടെയൊക്കെ മികച്ച പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലും പേഷ്യൻസിനും അത് ഒരേപോലെ സഹായകമാകുള്ളൂ. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, റീസ്ട്രക്ചറിങ്. ഹോസ്പിറ്റലിലെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഫിക്സ്ഡ് സ്ട്രക്ചർ ആണെന്നല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിലെ. അത് മാറ്റി നമ്മൾ എങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരിക്കും കൊണ്ടുവരേണ്ടത്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. പിള്ളേരെ പറയുന്നത് മനസ്സിലാവണില്ലേ? ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റണം. അതായത് ആ ഫ്രീ സ്ട്രക്ചർ ചെയ്യണം. അപ്പൊ നിലവിലുള്ള ഘടനയെ മാറ്റി പുതിയൊരു ഘടന, അതായത് പുനഃക്രമീകരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്. റൂൾസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി മാറ്റി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക. അതാണ് റീസ്ട്രക്ചറിങ് അഥവാ പുനഃക്രമീകരണം എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റ് വൺ? ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ വ്യക്തികൾക്ക് ഏതൊക്കെയാണോ ഡ്യൂട്ടീസ് ഉള്ളത് അത് വ്യക്തമാണ്. അതായത് ഓരോ വ്യക്തികളുടെയും ഡ്യൂട്ടീസ് നമ്മൾ എന്താണ് വ്യക്തമായിട്ട് അലോട്ട് ചെയ്യുക അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ് ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക്സ് എന്താണ് അല്ലെ, അതായത് അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നത് വ്യക്തമായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻസിലുള്ള ചാലഞ്ചസിനെ നമുക്ക് ഒരു പരിധി വരെ നേരിടാനായിട്ട് സാധിക്കും, ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജീസും ഒന്ന് നോക്കിയത് കേട്ടോ. ഏതൊക്കെയാണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പവർ ഷെയറിംഗ്, അവാർഡ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി, improve patient safety and care, developing modern hospital information system, marketing of hospital service, leadership motivation, career development, orientation, pre-orientation training, restructuring, clear cut responsibilities. Okay, clear ആണല്ലോ strategies sir? Yes. ഇവിടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. ഓവർവ്യൂ എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഇതിലെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ പഠിക്കാം, പിന്നെ ഗൈഡിലുള്ളത് നന്നായിട്ട് നോക്കാം കേട്ടോ. അതായത് മെയിൻ എക്സാമിന്, മൊഡ്യൂൾ എക്സാമിന് ഈ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം. പറഞ്ഞിരിക്കുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ 2-3 ഫോർമുലയൊക്കെ പഠിച്ചിട്ടില്ലേ അത് പഠിക്കാം. ഓക്കെ, യെസ്. ചേമസും മിലൻസും ആണോ എടുത്തത്?
ഫോമസിന്റെയൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്തായിരുന്നോ? ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് നിരൂപിച്ച് റിവൈസ് ചെയ്തിരുന്നോ? ചെയ്തിരുന്നു അല്ലേ? റിവിഷൻ ചെയ്തിരുന്നോ ചോദിച്ചിട്ടില്ല. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? നിങ്ങൾ റിവൈസ് ചെയ്തിരുന്നോ? മിസ് ചെയ്തിരുന്നോ എന്നാ ചോദിച്ചത്. ആ, ഇത് പറയാൻ എത്ര ബുദ്ധിമുട്ട്? ഈ ചാപ്റ്റേഴ്സിലെ കുറച്ച് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളാണെന്നുള്ളത് കേട്ടോ. മൊഡ്യൂൾ 3 കേൾക്കാമോ? ക്ലാസ് ഓഫ് ആയി പോയാണ് കേട്ടോ. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് എന്ന ചാപ്റ്റർ എടുത്തോളൂ നിങ്ങളൊന്ന്. ഡിസ്ചാർജ് പ്രോസസ് കേട്ടോ. അതിന് നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് പഠിക്കുന്നില്ലേ? ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ഡിസ്ചാർജസ്? ഓർമ്മയുണ്ടോ? 3 ടൈപ്സും പഠിക്കണം. അതേപോലെ തന്നെ നിർത്താം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, ബാക്കി നിങ്ങൾ മോക്ക് ടെസ്റ്റ് വെച്ച് പഠിക്കാം കേട്ടോ. ഡിസാസ്റ്ററില് ആ കോഡ്സുകളില്ലേ, നമ്മൾ റെസ്പോണ്ട് കോഡുകൾ PDF വരുന്നുള്ളൂ. ടീച്ചർ ഓരോന്ന് പറയാം. ഡിസാസ്റ്ററിലെ റെസ്പോണ്ട് കോഡുകൾ ഓരോന്ന് പഠിക്കാം. ഇത്ര കോഡ്സുകൾ ഉണ്ട്, 9ഓളം കോഡുകൾ വരുന്നുണ്ട്. ഓരോ കോഡും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് പഠിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലെ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ 10-11 സ്റ്റാഫുകൾ വരുന്നുണ്ട് അല്ലെ? ലോജിസ്റ്റിക് സ്റ്റാഫുകൾ. ആ ഒരു ഭാഗത്തെ അവരുടെ പൊസിഷൻസ് എന്താണ്, അവർ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇപ്പോ എന്താ പറയാ, പിന്നെ ഹോസ്പിറ്റലിലെ സമയത്ത് ഡിസാസ്റ്റർ സമയത്ത് എമർജൻസി ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നത് ആരാണ്? എമർജൻസി ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നത് ആരാണ് അലോട്ട് ചെയ്യുന്നത്? ഫിനാൻസ് ഓഫീസർ ആണോ? ഒന്നും പഠിച്ചിട്ടില്ലേ? അത് കൊള്ളാം. ഒന്നും റിവൈസ് ചെയ്തിട്ടില്ല നിങ്ങള്? ഞാൻ എടുക്കാതെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാ ചോദിച്ചത്. അവരാണ് ഫിനാൻസ് ഓഫീസർ ആണ്. എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഫിനാൻസ് ഓഫീസർ ആണ്. പിന്നെ ഹോസ്പിറ്റലിലെ പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ഓൾ
കംപ്ലീറ്റ് ഇൻചാർജ് വഹിക്കുന്ന ആരാണ്? ഓപ്പറേഷൻ ചീഫ് ആണ്. പിന്നെ ഇൻസിഡന്റ് കമാൻഡർ ആണ് ഡിസാസ്റ്ററിന്റെ ഓൾ ആസ്പെക്ട്സുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ICSന്റെ എക്സ്പാൻഷൻ എന്താന്ന് പഠിക്കുക, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം പഠിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡിസാസ്റ്റർ ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ് ഇതിന് ഫസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്, അത് നോക്കണം കേട്ടോ. ബോംബ് ത്രെട്ട്, ഫയർ, മെഡിക്കൽ ഗ്യാസ് എന്നുള്ള ഭാഗമില്ലേ, അത് നോക്കാം. ഓക്കെ, പിന്നെ കോഡുകൾ പഠിക്കും. ഡിസാസ്റ്ററിലെ കോഡുകൾ പ്രധാനമാണ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ടീച്ചർ അല്ലേ ഇവിടെ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് നമ്മള് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ലെവൽ 0, ലെവൽ 2, ലെവൽ 1, 2, 3 എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നില്ലേ, അത് നോക്കുക കേട്ടോ. അപ്പൊ ഓരോ ക്ലാസിഫിക്കേഷനിൽ ഓരോ പേഷ്യൻസ്, ഇപ്പൊ സിംഗിൾ ഓർഗൻ ഫെയിൽ ആയ പേഷ്യൻസ് ഉണ്ട്, 2 ഓർഗൻസ് ഫെയിൽ ആയ പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണെന്ന് പഠിക്കാം. ഇന്റേണൽ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാരാഗ്രാഫിൽ തന്നെ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ആ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇതില് ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? നേരെ അക്കമ്പനിങ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് ലെവലായിട്ട്, അതായത് 4 ലെവലിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ലെവൽ 0 എന്ന് വെച്ചാൽ നോർമൽ വാർഡഡ് പേഷ്യന്റ് ആണ്. ലെവൽ 1 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ലെവൽ 1 എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കെയർ ടീംസ് ആയിരിക്കും അതിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. അതായത് പിന്നെ ലെവൽ 2 എന്ന് പറയുമ്പോൾ സിംഗിൾ ഓർഗൻ സിസ്റ്റം ഉള്ള പേഷ്യന്റ് ആണ്. ഒരു ഓർഗൻ, ഒരു അവയവത്തിന് തകരാറ് സംഭവിച്ച പേഷ്യന്റ് ലെവൽ 2 വരുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പേഴ്സൺ ആയിരിക്കണം കൂടെ ഉണ്ടാവേണ്ടത്. ലെവൽ 3 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്? ഒന്നോ അതിൽ കൂടുതൽ ഓർഗൻസിന് ഫെയിലിയർ വന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം ലെവൽ 3 പേഷ്യന്റിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ അത് പഠിക്കണം കേട്ടോ. പിന്നെ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ചെക്ക് ലിസ്റ്റില് ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ ക്വസ്റ്റ്യൻ തന്നാക്കണം എന്താണോ അത് പഠിക്കാൻ കേട്ടോ. പിന്നെ നമ്മള് ഇവിടെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ നോക്കണേ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് നോക്കണം. അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ ആണ് ജനറൽ വാർഡിൽ നിന്ന് ICUലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് നടക്കുന്നത് അല്ലെ. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എന്താ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. 2 ടൈപ്സ് നോക്കാം. അത്ര ഭാഗങ്ങളിൽ നോക്കാനുള്ളൂ. പിന്നെ എന്താണ് ഡിസ്ചാർജില് ഈ ഒരു ലാസ്റ്റ് ഭാഗം കണ്ടോ, ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് വെച്ചാൽ ക്ലിനിക്കൽ റിപ്പോർട്ടാണ് അല്ലെ. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഭാഗം നല്ലോണം നോക്കണേ. പിന്നെ നമ്മളുടെ ഈ ഇത് കണ്ടോ, ഈ ഒരു ഫ്ലോ ചാർട്ട്, ഡിസ്ചാർജിന്റെ പ്രോസസ് എങ്ങനെയൊക്കെയാണെന്ന് അതൊന്ന് ജസ്റ്റ് നോക്കിയാക്കണേ. അതായത് ആദ്യം ഡോക്ടറിന്റെ ഓർഡറുകൾ, അതിനുശേഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുന്നത്, പിന്നെ മെഡിക്കേഷൻസ് റിട്ടേൺ ചെയ്യുന്നത്, ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഭാഗം നന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ. നല്ലോണം നോക്കണേ ഈ ഒരു ഭാഗം. അതായത് ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഏതാണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ് ഇൻഫോർമിംഗ് ഡിപ്പാർട്ട്മെന്റ്, അടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വിവരം അറിയിക്കണം. പിന്നെന്താണ് പേഷ്യന്റ് മെഡിക്കേഷൻസ് റെഡിയാക്കണം. പിന്നെന്താണ് ബില്ല് പ്രോസസ്സിംഗ് ചെയ്യണം. ബില്ല് പ്രോസസ്സിംഗ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് എക്സാമിന് വേണ്ടി കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ബില്ല് പ്രിപ്പയർ ചെയ്ത ഏത് പേയ്മെന്റിലാണ്, ഏത് മോഡ് ഓഫ് പേയ്മെന്റിലാണ് നമ്മൾ ബില്ല് അടയ്ക്കേണ്ടത് അല്ലെ, അത് നോക്കണം. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും പഠിക്കണേ. ഓക്കെ,
കേട്ട പിള്ളേരെ, ഈ ഫ്ലോ ചാർട്ട് നല്ലോണം പഠിക്കാം. കേൾക്കുന്നുണ്ടോ? പിന്നെ ഇതില് നമ്മുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജിന്റെ ഈ പോളിസീസും പഠിക്കണം കേട്ടോ. പോളിസീസ് നന്നായിട്ടൊന്ന് നോക്കാം. അതിൽ നഴ്സസിന്റെ ഡ്യൂട്ടീസ് ഒക്കെ പറയുന്നുണ്ട്, അത് നല്ലോണം ഒന്ന് നോക്കാം കേട്ടോ. Then 4 types of discharge നിർബന്ധമായിട്ട് നോക്കണം. ഏതൊക്കെയാണ്? റുട്ടീൻ ഡിസ്ചാർജ്, AMA ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഡിസ്ചാർജ് ടു ഹോസ്പിസ് ഓർ പാലിയേറ്റീവ് കെയർ. അപ്പൊ ഈ 4 ടൈപ്പിലും വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? AMA ഡിസ്ചാർജിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? AMAയുടെ എക്സ്പാൻഷൻ പഠിക്കണം, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? യെസ്. അതേപോലെ ലാമ എന്താണ്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ. ലാമ പറഞ്ഞിട്ടുണ്ട്. ലാമയും AMAയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? അപ്പൊ AMA ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ താഴെ കൊടുത്തിരുന്ന കാര്യങ്ങളൊന്ന് നോക്കണം. എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യന്റിന്റെ നെയിം, റിലേഷൻഷിപ്പ്, സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് ടൈം. ആ ഫോമും കൂടെ എത്രയും നോക്കണം. അത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അത് അപ്പൊ 4 ടൈപ്സ് ഡിസ്ചാർജ് ചെയ്താന്ന് പഠിക്കാം. ഡിസ്ചാർജിന്റെ പോളിസി പ്രൊസീജിയേഴ്സ് നന്നായിട്ട് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് നോക്കാം. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് നോക്കാം കേട്ടോ. 2 ചാപ്റ്റർ പറഞ്ഞില്ലേ? ഇനി എന്തായിരുന്നു നമ്മൾ എടുത്തത്? 3 പറഞ്ഞു. ഒന്ന് ഡിസാസ്റ്റർ. 3ാമത്തെ മൊഡ്യൂളിൽ ടീച്ചർ എടുത്തത് ഏതൊക്കെയാണ്? ഡിസാസ്റ്റർ, ഡിസ്ചാർജ് പ്രോസസ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, പിന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇവിടെ അല്ല നമ്മൾ എടുത്തത്. ഓക്കെ, മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ കോഡിഫിക്കേഷൻസ് നല്ലോണം നോക്കാം കേട്ടോ. കോഡുകൾ നോക്കാം. പിന്നെ മെറ്റീരിയൽ മാനേജ്മെന്റ് അനദർ നെയിം നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? കോഡുകൾ മാത്രമല്ലാതെ നമ്മള് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ? ക്ലാസിഫിക്കേഷൻസ് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണോ അതനുസരിച്ചിട്ട് പഠിക്കും കേട്ടോ. പ്രധാനപ്പെട്ടതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ എല്ലാം വരും. ഓക്കെ, അതുകൊണ്ടാണ് എടുത്ത് പറയാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതിൽ ഓവർലി എന്ന ചാപ്റ്ററിലെ ടീച്ചർ അത് മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം. അതേപോലെ തന്നെ ഗൈഡുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. മറ്റ് എക്സാമിന്, മെയിൻ എക്സാമിന് കേട്ടോ. പിന്നെ ഫോർമുലകൾ ഓരോന്നായിട്ട് പഠിക്കാം കേട്ടോ. ഏത് ചോദിക്കും എന്നുള്ളത് ഒരു ഡൗട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മെറ്റീരിയൽസ് മാനേജിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഉള്ളത് ഞാൻ പറയട്ടെ. മിലിമിസ് എടുത്തായിരുന്നു അത്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തന്നോ? അവരുടെ നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഒന്നാണല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അല്ല, മോക്ക് ടെസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എടുക്കണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്ലേ. അപ്പൊ ഓരോ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് പഠിച്ചു പോവാ കേട്ടോ. ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് നോക്കാം, മോക്ക് ടെസ്റ്റ് നോക്കാം, അങ്ങനെ പഠിച്ചു പോണേ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സമയം കണ്ടെത്താം. നിങ്ങൾക്ക് രാത്രിയാണോ, വൈകിട്ടാണോ, രാവിലെയാണോ, എപ്പോഴാണോ സമയം കിട്ടുന്നതിനനുസരിച്ച് 1 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതാൻ നോക്കണം. കിട്ടുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. പേജ് നമ്പർ ഒന്ന് പറയാമോ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ? പിന്നെ ഡിസാസ്റ്ററിലെ 3 ഘട്ടങ്ങൾ ഒന്ന് നോക്കണേ. ഡിസാസ്റ്ററിലെ 3 ഘട്ടങ്ങൾ നോക്കാം കേട്ടോ. ഡിസാസ്റ്റർ നടക്കുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ ഫേസ് അല്ലെ? അല്ലേ? IMMന്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചേക്കണേ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ നോക്കാം. പിന്നെ എന്താണ്? പർച്ചേസിംഗ് ഒബ്ജക്റ്റീവ്സിൽ 6 Rകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 6 ROs നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കണം കേട്ടോ. പിന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒന്ന് നോക്കിയേക്കണം. ഇൻവെന്ററി ഒന്ന് നോക്കാം. പിന്നെ നമ്മുടെ
ലീസിംഗിൽ നമ്മൾ ലെസ്സി ലെസർ പറയുന്നില്ലേ? ലീസിംഗ് ഓഫ് അനക്യുമെന്റിലെ ലെസ്സറും ലെസ്സി ആരാണെന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലെ? ലെസർ ആരാണ്, ലെസ്സി ആരാണ് പഠിക്കണേ. പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും പഠിക്കും. ABC അനാലിസിസിൽ സി ഐറ്റംസ് ഏത് കാറ്റഗറി, സി ഐറ്റംസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഐറ്റംസ് ആണ്, ബി ഏതാണ്, എ ഏതാണെന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അതിൽ വരെയുള്ളൂ. മറ്റേതില് ടീച്ചർ ഓവർവ്യൂ മാത്രമല്ല എടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മള് അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയമെടുത്ത് നിങ്ങൾ പഠിക്കാൻ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ കൂൾ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു യാത്രയിൽ ഇത്ര നാള് കൂടെ ഉണ്ടായതിൽ അങ്ങോട്ട് താങ്ക്സ് പറയുന്നു. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കരിയർ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് ചിലപ്പോൾ തേടി വന്നിരിക്കില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് മാക്സിമം നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ നോക്കും കേട്ടോ. ഇനി ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെറിയൊരു ഹോസ്പിറ്റലാണ് ജോലി കിട്ടുന്നതെങ്കിൽ പോലും എന്താണ്, പോവാതിരിക്കരുത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം, പോവാം. അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ എന്താണ്, അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള മനോഭാവത്തോട് മുന്നോട്ട് പോവാം. ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റ് ക്ലിനിക്സുകൾ എന്താണെങ്കിലും എന്താണ്, അവിടേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇവിടെ പഠിച്ച തിയറി ഭാഗങ്ങളായിരിക്കില്ല നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നത്. മീൻസ് തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കലി ചെയ്തു വരുമ്പോൾ പല പല വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ ഹോസ്പിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്ത റൂൾസും റെഗുലേഷൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരിടണം. അപ്പൊ എവിടെയെങ്കിലും കൃഷി കാണാൻ പറ്റും, നിർബന്ധമായിട്ടും കോൺവക്കേഷൻ എല്ലാവരും വരാൻ നോക്കും കേട്ടോ. കേട്ടോ, അന്ന് നമ്മൾ കാണുള്ളൂ, ആദ്യമായിട്ട് അവസാനമായിട്ട് കാണാൻ നന്നായിരിക്കും. അപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ അന്നത്തെ ദിവസം എത്തിച്ചേരാൻ നോക്കുക. ആ ഒരു സർട്ടിഫിക്കറ്റ് സെറിമണി അത് ഏറ്റുവാങ്ങാനായിട്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങാനായിട്ട് ഫാമിലി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്തിച്ചേരാം കേട്ടോ. എത്ര ദൂരെ ആണെങ്കിലും മാക്സിമം വരാൻ നോക്കുക. നമുക്ക് കാണാം, ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണണ്ടേ. അപ്പൊ വീട്ടിലെല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം താങ്ക് യു. സ്മാർട്ട് ട്രീ ചൂസ് ചെയ്തതിന്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് കേട്ടോ. ആ PG ഉണ്ടല്ലോ, ഇനി വരാൻ പോകുന്ന PG ഉണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ ഒരു PG കഴിഞ്ഞു, PG4 കഴിഞ്ഞു കേട്ടോ. അപ്പൊ PGക്ക് ജോയിൻ ചെയ്താലേ നമുക്ക് അവിടെ വെച്ചാണ്. ആദ്യത്തെ ഇന്ന് ക്ലാസ്സിലില്ലെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എല്ലാവരോടും ഗുഡ് ബൈ. നന്നായിട്ട് എക്സാം എഴുതാം. അൻവരിയ, നിത്യ, ജാസ്മിൻ, ചിത്ര, ഫെമിന, ഷിഫാന. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ല, എന്തെങ്കിലും കാണുന്ന പേരുകളാണ് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ആരാണ്? ആതിരയുണ്ട്, ഫെമിനയുണ്ട്, ചിത്രയുണ്ട്, നിത്യനെ അടുത്ത് കാണാറുണ്ട്. അനഘ സജീവ്, അൻമരിയ, ജാസ്മിൻ, ഫെമിന, ഷിഫാന. 2 ഷിഫാന ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. വിഷ് യു വെരി ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഒന്ന് പേടിക്കണ്ട കേട്ടോ, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാം. മോക്ക് ടെസ്റ്റും നിങ്ങളുടെ ഗൈഡൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാത്രം കണ്ടെത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ശരി, കാണാം കേട്ടോ.